ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റേസ് ബസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നബാർഡിനെ കുറിച്ചാണ്. നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഒരു കാർഷിക രാജ്യം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിലുള്ള മൂലധനത്തിൻ്റെ അഭാവമാണ്. എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കർഷകർക്ക് ലഭ്യമാകുന്നില്ല. ലഭ്യമാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചൂതാട്ടമാണ്. എന്ന് പറയാൻ ഗാംബ്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. അതായത് ഇറക്കിയ മുതൽ തിരിച്ച് കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്നു, കൃഷി നശിക്കും. കൃഷി നശിക്കുന്നതോടുകൂടി കർഷകരുടെ വരുമാനം ഇല്ലാതാവുകയും അവർക്ക് എടുത്ത തുക, വായ്പയായിട്ട് എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പറ്റാതെയും വരും. അതുമാത്രമല്ല, ഈ കൃഷി എന്ന് പറഞ്ഞാലൊരു സീസണൽ ഇൻകം, അതായത് എപ്പോഴും വരുമാനം കിട്ടാത്ത ഒരു തൊഴിലാണ്. അത് സീസണലായിട്ട് ഉണ്ടാകുന്ന വരുമാന പ്രക്രിയയാണ് ഈ കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാർഷിക വൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പല ആൾക്കാരും മടിയാകും, അല്ലെങ്കിൽ അവർക്ക് അതിന് തയ്യാറാവത്തില്ല. സ്വാഭാവികമായിട്ടും പണ്ട് മുതൽക്കേ തന്നെ കൃഷിക്കാർ അല്ലെങ്കിൽ ഫാർമേഴ്സ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് വായ്പയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫണ്ടിന് വേണ്ടി അവർ ആശ്രയിച്ചിരുന്നത് മണി ലെൻഡേഴ്സിനെ ആയിരുന്നു. പക്ഷേ മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കുന്ന വായ്പയ്ക്ക് പുറമെ കർഷകരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി നമ്മുടെ ഇന്ത്യയെന്നല്ല ഏത് രാജ്യത്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ മണി ലെൻഡേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള ഒരു വായ്പാ സംവിധാനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, അല്ലെങ്കിൽ സ്ഥാപനകാര്യ വായ്പാ സമ്പ്രദായം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് വന്നപ്പോൾ കർഷകർ ഈ ഒരു സംവിധാനത്തെ കൂടുതൽ ആശ്രയിച്ചില്ല. അവർ നേരത്തെ എന്തായിരുന്നോ പിന്തുടർന്ന് വന്നത് ആ മാർഗ്ഗത്തെ തന്നെ കൂടുതലായിട്ട് ആശ്രയിച്ചു. എന്ന് പറഞ്ഞാൽ മണി ലെൻഡേഴ്സിനെ തന്നെ അവർ കൂടുതലായിട്ട് ആശ്രയിച്ചു. സ്വാഭാവികമായിട്ട് എക്സ്പ്ലോയിറ്റേഷനും അല്ലെങ്കിൽ ചൂഷണമൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ കർഷകർ തുടക്കത്തിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റൊക്കെ വന്നപ്പോഴും അവർ പഴയ ആ സമ്പ്രദായം, പഴയ രീതി തന്നെ പിന്തുടർന്ന് പോയി. എന്ന് പറഞ്ഞാൽ മണി ലെൻഡേഴ്സിനെ തന്നെ ആശ്രയിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റൊക്കെ വന്ന സമയത്ത് ഇവർ ആവുന്നത്ര വായ്പയൊന്നും തന്നെ ഈ കർഷകർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീസണൽ ഗാംബ്ലിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടും, കൊടുത്ത പണം തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സംശയം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യാണ്, ഈ കൃഷിക്കാർക്ക് വായ്പ കൊടുക്കാൻ മടിക്കുന്ന ഒരു സ്ഥിതി. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഇത്രയും കർഷകർക്ക്, ഇന്ത്യയിൽ വരുന്ന ഇത്രയും കർഷകർക്കും വായ്പ കൊടുക്കാനുള്ള ആ ഒരു വായ്പാശേഷിയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ക്രമേണ ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അത്രയും വലിയ ഒരു ശൃംഖലയോടുകൂടി വിപുലപ്പെട്ടു വന്നു. പിന്നെ നമ്മൾ കാലക്രമേണ കർഷകരെ അവർക്ക് ട്രെയിനിങ് കൊടുത്തും അവർക്ക് അവബോധമൊക്കെ കൊടുത്തുകൊണ്ടും ഈ മണി ലെൻഡേഴ്സിൻ്റെ ചൂഷണം അവർക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ കർഷകരെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ക്രമേണ അവർക്ക് ഇതിൻ്റെ മെച്ചം എന്താണെന്ന് മനസ്സിലായി അവർ ഈ മേഖലയിലേക്ക് വരികയും ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഗ്രാമീണ മേഖലയിലാണല്ലോ കൃഷിക്കാരുള്ളത് അല്ലെങ്കിൽ കർഷകരുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് സഹകരണ വായ്പാ സമ്പ്രദായങ്ങളായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നു. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത്രയും കർഷകർക്ക് വായ്പ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. സ്വാഭാവികമായിട്ടും പിന്നീട് വന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അതായത് വെങ്കിട്ടപ്പയുടെ ചെയർമാൻഷിപ്പിലുള്ള ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്ത് ചെയ്തു, ഇന്ത്യയിൽ ബഹുമുഖ വായ്പാ സമ്പ്രദായം, അല്ലെങ്കിൽ മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമീണ മേഖലയിലെ ബഹുമുഖ വായ്പാ സംവിധാനം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക് മാത്രമല്ല മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും മറ്റുള്ള വായ്പാ സമ്പ്രദായങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, ഈ ഗ്രാമീണ മേഖലയിലേക്ക് കടന്നു വന്ന് കർഷകർക്ക് വായ്പ കൊടുക്കണമെന്ന് ഉള്ള ശുപാർശ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് കൊമേഴ്ഷ്യൽ ബാങ്കുകളും RRB റീജിയണൽ റൂറൽ ബാങ്കുകളും ഒക്കെ ഈ ഗ്രാമീണ മേഖലയിലേക്ക് വന്ന് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ബഹുമുഖ വായ്പാ സമ്പ്രദായം, അല്ലെങ്കിൽ മൾട്ടി ഏജൻസി ആയിട്ടുള്ള ക്രെഡിറ്റ് ഏജൻസികൾ നമുക്കിന്ന് കാണാൻ പോകുന്ന ഒരു വിപുലമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൻ്റെ ഒരു ശൃംഖല നമുക്ക് ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിലായാലും നമ്മുടെ ഏത് മേഖല, അർബൻ മേഖലയായാലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നബാർഡ് എന്ന് പറയുന്നത്. കാരണം ഈ ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ കാർഷിക മേഖല അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളുടെയും എല്ലാ കൺവെൻഷൻസിൻ്റെയും അപ്പെക്സ് ആണ് ആരെന്ന് പറയുന്നത് ഈ നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പെക്സ് ബാങ്ക് അല്ല. അപ്പെക്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ RBI ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നബാർഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ. എങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ? കാർഷിക ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്കാണ് എന്തെന്ന് പറയുന്നത് ഈ നബാർഡ് എന്ന് പറയുന്നത്. അപ്പം നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഇതിനെ അറിയപ്പെടുന്നു നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുമൊക്കെ ആരെ അറിയപ്പെടുന്നുണ്ട്? നബാർഡിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നബാർഡിൻ്റെ ഒരു പശ്ചാത്തലം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചോണം. കാരണം പരീക്ഷയ്ക്ക് ഓപ്ഷൻ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് നബാർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നബാർഡിൻ്റെ എക്സ്റ്റൻഷൻ ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ നബാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരാണ്? ഒരു അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ അപ്പെക്സ് എന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ പലതരത്തിലുണ്ട്. എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, അതേപോലെ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബാങ്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ മേഖലയിൽ, അതായത് കാർഷിക ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ ഒരു അപ്പെക്സ് ഉന്നത ബാങ്കാണ് എന്തെന്ന് പറയുന്നത് ഈ നബാർഡ് എന്ന് പറയുന്നത്. അതേപോലെ നബാർഡ് ഡസ് നോട്ട് മീൻ എന്താണ്? അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് എന്നല്ല. ഓക്കെ, ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ അപ്പെക്സ് ആണെന്ന് പറയുന്നത് നബാർഡ് എന്ന് പറയുന്നത്. ഏത് ഡെവലപ്മെൻറ്റ് ബാങ്ക്? കാർഷിക ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ, വികസന ബാങ്കുകളുടെ ഒരു അപ്പെക്സ് ബാങ്ക് ആണെന്ന് പറയുന്നത് ഈ നബാർഡ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 1982 ജൂലൈ 12-നാണ്. അപ്പം നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ രൂപീകൃതമായത് 1982 ജൂലൈ 12-നാണ്. ഇതിൻ്റെ രൂപീകരണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയമമുണ്ട്. എന്താണ്? അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റിൽ പാസ് ചെയ്ത നബാർഡ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 1982 ജൂലൈ 12-ന് നബാർഡ് നിലവിൽ വരുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ് ചെയ്തുകൊണ്ടാണ് 1982 ഇന്ത്യയുടെ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിട്ടുള്ള നബാർഡ് നിലവിൽ വരുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിൻ്റെ പർപ്പസ്? എന്താണ്? ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് പറഞ്ഞത്? സുസ്ഥിരവും അതേപോലെ തുല്യവുമായിട്ടുള്ള കാർഷിക ഗ്രാമീണ വികസനമാണ് നബാർഡ് ലക്ഷ്യം വെക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സസ്റ്റൈനബിൾ, സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കുക. നബാർഡിൻ്റെ ഒരു വിഷൻ തന്നെയാണ്. എന്തെന്ന് പറയുന്നത്? വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ വീക്ഷണം തന്നെ സസ്റ്റൈനബിൾ എന്നുള്ളതാണ്, സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നബാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. 1982 ജൂലൈ 12-നാണ് നിലവിൽ വന്നത്. അത് രൂപീകരിക്കുന്നതിന് പിന്നിലൊരു നിയമമുണ്ട്. അതിൻ്റെ പേര് നബാർഡ് ആക്ട് എന്നുള്ളതാണ്. ഈ നബാർഡ് ആക്ട് പാർലമെൻറ്റിൽ പാസ് ചെയ്ത് 1981 പാസ് ചെയ്തുകൊണ്ടാണ് 1982 ജൂലൈ 12-ന് നബാർഡ് നിലവിൽ വരുന്നത്. എന്തിനു വേണ്ടിയാണ് നബാർഡ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നബാർഡിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വീക്ഷണം എന്നുള്ളതാണ്. നോക്കെ എന്താണെന്ന്? ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പിരിറ്റി എന്നുള്ളതാണ് നബാർഡിൻ്റെ വിഷൻ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം എന്താണ് നബാർഡിൻ്റെ വിഷൻ എന്ന് ചോദിക്കാം. എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വികസന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയുള്ളതാണ്? ഗ്രാമീണ അഭിവൃദ്ധിയെ ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി, ഗ്രാമീണ അഭിവൃദ്ധി അല്ലെങ്കിൽ ഗ്രാമീണ സമൃദ്ധി സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസന ബാങ്കാണെന്ന് പറയുന്നത് നമ്മുടെ നബാർഡ് എന്നാണ് നബാർഡിൻ്റെ വിഷനിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് വിഷൻ എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പിരിറ്റി എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താ പറയുന്നത്? നബാർഡ് എങ്ങനെയാണ് വന്നത്? നബാർഡ് രൂപീകരിക്കാനുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്ക് നോക്കാം. നബാർഡ് വാസ് ഫോംഡ് ബൈ മെർജിങ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 1935.
നോക്കേ നബാർഡ് വരുന്നതിന് മുമ്പ് നബാർഡിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തിരുന്നത് അതേ പറയുമ്പോൾ എന്താണ് കാർഷിക ഗ്രാമീണ പ്രവർത്തനങ്ങളൊക്കെ ആ മേഖലയിലൊക്കെ വായ്പ കൊടുക്കുന്നതും ആ വായ്പയെ റെഗുലേറ്റ് ചെയ്യുന്നതും അതേപോലെ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് RBI ആയിരുന്നു നബാർഡ് വരുന്നതിന് മുമ്പ് വരെ. ഓക്കെ, അപ്പോൾ ഈ RBIയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ RBIയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളെ മെർജ് ചെയ്തുകൊണ്ടാണ് ഈ നബാർഡ് 1982 ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കേ, ഒന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നബാർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളെ മെർജ് ചെയ്തുകൊണ്ടാണ് നബാർഡ് വന്നിട്ടുള്ളത്. നോക്കി ഏതൊക്കെയാണ്? നബാർഡ് വാസ് ഫോംഡ് ബൈ മെർജിങ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI. ഓക്കെ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് RBIയുടെ രൂപീകരണത്തോടു കൂടി നിലവിൽ വന്നിട്ടുള്ളതാണ്. RBI എന്നാണ് വന്നത് 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ RBIയോടൊപ്പം തന്നെ രൂപീകരിക്കപ്പെട്ട RBIയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ആയിട്ട് പറയേണ്ടത്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI 1935. അതും പ്ലസ് അതിനോടൊപ്പം തന്നെ RBIയുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് 1935 വന്നിട്ടുള്ളതാണ്. അതുപോലെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1972 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ നബാർഡിന്റെ സൈറ്റിലൊക്കെ എന്ത് പറയുന്നുണ്ട്? ഈ അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എന്താണ് രൂപീകരണം 1975 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷം നമ്മളൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ RBIയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഒന്ന് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 1935, അതിനോടൊപ്പം തന്നെ RBIയുടെ രണ്ടാമത്തെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1972 അത് വന്നിട്ടുള്ളത്. ഓക്കെ, സൈറ്റിനകത്ത് പറയുന്നുണ്ട് 1975 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിൽ ഷോർട്ട് ടൈം മീഡിയം ടൈം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. എന്താണ് മധ്യകാല അതേപോലെ ഹ്രസ്വകാല വായ്പകൾ കൃഷിക്ക് വേണ്ടി കൊടുത്തിരുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ പറയുമ്പോൾ അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വായ്പയാണ് കൊടുത്തിട്ടുള്ളത്? ലോങ് ടൈം ലോണുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലോങ് ടൈം കൊടുത്തിരുന്ന ആരാണ്? അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും. അതേപോലെ ഷോർട്ട് ടൈം മീഡിയം ടൈം കൊടുത്തിരുന്നതാണ് ആരാണ്? ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്താണ് നബാർഡ് 1982 ജൂലൈ 12 നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടത്തെ പേര് അല്ലെങ്കിൽ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വന്നത് 1963. അപ്പോൾ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ വരുന്ന 1963. പിന്നീട് 1972 ഇതിൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റുന്നു? അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാക്കി മാറ്റുന്നു എന്നാണ്. 1972 ഇതിൻ്റെ പേര് 1963 വന്ന അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റുന്നു? അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ 1975 കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, 1975 നമ്മുടെ എന്താണ് അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന പേര് മാറ്റം നടത്തിയതാണ് നമ്മുടെ നബാർഡിന്റെ സൈറ്റിനകത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2 ഇയറും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, 1972 75. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? അങ്ങനെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർത്ത് നബാർഡ് നിലവിൽ വരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 12 ജൂലൈ 1982. ജൂലൈ 12 1982 അത് വരുന്നതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അണ്ടർ എനാക്റ്റഡ് ഇൻ ദ പാർലമെൻറ്റ്, നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ് ചെയ്തുകൊണ്ടാണ് നബാർഡ് നിലവിൽ വരുന്നത്. ആ ആക്ട് എന്ന് പറഞ്ഞാൽ 1981 നബാർഡ് ആക്ട് ആണ്. ആക്ട് നമ്പറും കൂടെ പഠിച്ചു വെച്ചേക്ക്. ആക്ട് നമ്പർ എത്രയാണ്? 61 ആണ്. ഓക്കെ, നബാർഡ് ആക്ടിൻ്റെ എന്താണ് ആക്ട് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ആക്ട് നമ്പർ 61 ഓഫ് 1981 ആണ്. അപ്പോൾ ആക്ട് നമ്പർ 61 എന്ന് പറയുന്ന 1981 പാസ് ചെയ്ത നബാർഡ് ആക്ടിൻ്റെ പിൻബലത്തിൽ 1982 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ആകുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താ പറയുന്നത് നോക്കേ. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നബാർഡിനെ സമർപ്പിച്ചത് വേറൊരു ഡേറ്റിലാണ്. ഓക്കെ, അപ്പോൾ നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12 പക്ഷേ നബാർഡ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി മറ്റൊരു ഡേറ്റിലാണ്. 1982 തന്നെ, പക്ഷേ നമ്മൾ വേറൊരു ഡേറ്റാണ് പഠിക്കേണ്ടത്. എന്നാണ്? 5 നവംബർ 1982. അതായത് നവംബർ 5 1982 നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നബാർഡിനെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നാണ്. 5 നവംബർ 1982. നവംബർ 5 1982. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ നേഷൻ ബൈ ദ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി ഓൺ 5 നവംബർ 1982. ഓക്കെ ആണല്ലോ.
ഇനി അടുത്തത് നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മുംബൈയിലാണ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലല്ലേ, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ നബാർഡിന് 31 റീജിയണൽ ഓഫീസുകളുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നബാർഡിന് ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ 31 റീജിയണൽ ഓഫീസുകളും അതേപോലെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ. എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്? 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. വി എന്ന് പറയും, വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, ഫാർമേഴ്സ് ക്ലബ്ബ് 2005 ഓക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഫാർമേഴ്സ് ക്ലബ്ബ് എന്നറിയപ്പെടുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ നബാർഡിനുണ്ട്. ഓക്കെ, ആൻഡ് ഹാസ് 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതേപോലെ 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ഓക്കെ, നബാർഡിൻ്റെ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം, അത് ബേർഡാണ്. ആ ബേർഡ് തന്നെ പല സ്ഥലത്തായിട്ട്, ബേർഡ് കൊൽക്കത്ത, ബേർഡ് ലക്നൗ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ബേർഡിൻ്റെ ആസ്ഥാനം ലക്നൗ ആണ്. അതേപോലെ ബേർഡ് കൊൽക്കത്തയുണ്ട്. അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് ഈ ബേർഡിൻ്റെ ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ വരുന്നത്. നമ്മൾ പഠിച്ചാൽ മതി, ബേർഡ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ബേർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 6 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും 31 റീജിയണൽ ഓഫീസുകളും അതേപോലെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും 1 ഹെഡ് ക്വാർട്ടേഴ്സും അതെവിടെയാണ്? മുംബൈയിലാണുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നബാർഡ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇങ്ങനെയാണെങ്കിലും നമ്മൾ നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാനെ ഓർക്കുക. ആരാണ് നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ? എം രാമകൃഷ്ണ അയ്യർ ആണ്. ഓക്കെ, എം രാമകൃഷ്ണ അയ്യർ വാസ് ദ ഫോർമർ ചെയർമാൻ ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? എം രാമകൃഷ്ണ അയ്യർ ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ, എം രാമകൃഷ്ണ അയ്യർ. ഇനി അടുത്തെന്താ പറയുന്നത്? നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ, നബാർഡിൻ്റെ പ്രാരംഭ മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? RBIയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും 50 കോടി എന്നുള്ള നിലയിൽ മൊത്തം 100 കോടിയാണ് നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രാരംഭ മൂലധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ്? 100 crore ആണ്, 100 കോടിയാണ്. ഇത് ജോയിൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ബൈ, 2 പേര് ചേർന്നിട്ടാണ് ഈ 100 കോടി സമാഹരിച്ചിരിക്കുന്നത്. അത് ആരൊക്കെയാണ്? ബൈ RBI ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. RBIയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്ന് എത്ര കോടി വെച്ച്? 50 കോടി വെച്ചിട്ട്. അപ്പോൾ RBI 50 കോടി കൊണ്ടുവന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും 50 കോടി കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം 100 കോടിയാണ് നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? ഇനിഷ്യൽ ക്യാപിറ്റൽ 100 കോടിയാണ്. ഇത് 2 പേര് ചേർന്നിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആരൊക്കെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നമ്മുടെ RBIയും ചേർന്നിട്ടാണ് ഈ 100 കോടി സമാഹരിച്ചിരിക്കുന്നത്. എത്ര കോടി വെച്ച്? 50 വെച്ച്. 50 കോടി വെച്ചിട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും നൗ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹോൾഡ് 100% ഷെയർ, ടോട്ടൽ ഷെയർ. എന്താണ്? ഇപ്പോൾ നബാർഡിൻ്റെ 100% ഓഹരിയും ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണുള്ളത്. നോക്കേ, നബാർഡ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 50 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ നമ്മുടെ RBIയും അതേപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോടെ ചേർന്നിട്ടാണെങ്കിൽ ഇപ്പോൾ നബാർഡിൻ്റെ 100% ഓഹരിയും എന്താണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. എന്ന് പറയുമ്പോൾ നബാർഡിൻ്റെ ഉടമസ്ഥാവകാശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ RBI എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഓഹരി RBIയുടെ കയ്യിൽ നിന്ന് ആര് വാങ്ങിച്ചിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഈ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ നബാർഡിൻ്റെ എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഈ നബാർഡിനെ വിളിക്കുന്നു എന്താണ്? നമ്മൾ പറഞ്ഞു നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് കൂടാതെ തന്നെ നബാർഡിനെ എന്തെന്നൂടെ വിളിക്കുന്നു? ഓൾസോ കോൾഡ് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് ബാങ്കിനെയാണ് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും RRB ആണോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ നമ്മളിങ്ങനെ ചിന്ത പോകരുത്. എന്താണ് അതിൻ്റെ ഉത്തരം? നബാർഡ് തന്നെയാണ്. നബാർഡിനെ എന്തെന്ന് വിളിക്കുന്നു? നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താ പറയുന്നത്? നബാർഡ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മെയിൻ റീഫിനാൻസിങ് ഏജൻസി എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ ചോദ്യം കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ദ മെയിൻ റീഫിനാൻസിങ് ഏജൻസി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്ന ആരാണ്? നബാർഡാണ്. ദ മെയിൻ റീഫിനാൻസിങ് ഏജൻസി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്ന ആരാണ്? നബാർഡാണ്. അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉൾപ്പെടെ വരുന്ന ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വായ്പാ സംവിധാനങ്ങളുടെ എല്ലാം റീഫിനാൻസിങ് ഏജൻസിയാണ് ആരെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നബാർഡ് ഈസ് ദ മെയിൻ റീഫിനാൻസിങ് ഏജൻസി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ലോൺസ് ഗിവൺ ബൈ പാക്സ് ആർ റീഫിനാൻസ്ഡ് ബൈ നബാർഡ്. എന്താ പറയുന്നത്? പാക്സ് കൊടുക്കുന്ന, പാക്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഇൻഡിവിജ്വൽ ആണല്ലോ വായ്പ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന വായ്പകളൊക്കെ റീഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ആരാണ്? നബാർഡാണ് റീഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മെയിൻ റീഫിനാൻസിങ് ഏജൻസിയാണ് ആരെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയുകയാണ്, പാക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന
പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കൊടുക്കുന്ന വായ്പകളെല്ലാം തന്നെ റീഫിനാൻസ് ചെയ്യുന്നത് ആരാണ്? നബാർഡാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഈ ഫിനാൻസും റീഫിനാൻസിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഫിനാൻസിങ് എന്താണ്? റീഫിനാൻസിങ് എന്താണ്? ഓക്കെ, ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലാണ്. ഓക്കെ, അയാൾ ബി എന്ന് പറയുന്ന ഒരു ബാങ്കാണ്. ഓക്കെ, അവിടെ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുകയാണ്. എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബി എന്ന് പറയുന്ന ഒരു ബാങ്കിൽ പോയിട്ട് ഒരു വായ്പയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, ഒരു ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യുന്നു, അയാൾക്ക് വായ്പ കിട്ടണം. അപ്പോൾ ബി എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് എക്ക് ബി എന്ന് പറയുന്ന ബാങ്ക് എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് വായ്പ കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആണ്. ഓക്കെ, ഇത് ഫിനാൻസിങ് ആണ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ഫിനാൻസിങ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഫിനാൻസിങ് ആണ്. ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന വായ്പകൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആണ്. ഒരു ബാങ്ക് ഇൻഡിവിജ്വലിന്, വ്യക്തിക്ക് കൊടുക്കുന്ന വായ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിനാൻസിങ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി റീഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, RBI അതേപോലെ നബാർഡ്, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ അപ്പെക്സ് ബാങ്കുകളാണ്. ഇവരൊരിക്കലും ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യുന്നില്ല. അതായത് പൊതുജനങ്ങളുമായിട്ട് ഒരിക്കലും ഡീൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വായ്പ കൊടുക്കുന്നില്ല. ഇൻഡിവിജ്വലിന് വായ്പ കൊടുക്കുന്നുണ്ടോ RBI? ഇല്ല. നബാർഡ് ഈ പറഞ്ഞ പൊതുജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എന്താ ചെയ്യുന്നത്? പൊതുജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ, അല്ലെങ്കിൽ ഏത് ബാങ്കും ആയിക്കോട്ടെ. ഇപ്പം നബാർഡ് എന്ന് പറയുമ്പോൾ അത് ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ അപ്പെക്സ് ആണ്. RBI എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഉന്നത ബാങ്കാണ് RBI എന്ന് പറയുന്നത്. ഇവരൊരിക്കലും പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ പബ്ലിക്കിന് വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് വായ്പ കൊടുക്കുക, മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആ സ്ഥാപനങ്ങളെ കൊണ്ട് പബ്ലിക്കിന് വായ്പ കൊടുപ്പിക്കുക, മനസ്സിലായോ? ഇപ്പം നബാർഡ് ആണെങ്കിൽ ആർക്ക് വായ്പ കൊടുക്കും? കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കും. എന്നിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ കൊണ്ട് ആർക്ക് കൊടുക്കും? ഇൻഡിവിജ്വൽസിന് വായ്പയായിട്ട് കൊടുക്കും. ഇതിനെയാണ് റീഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഫിനാൻസിങ് അല്ല. ഇതെന്താണ്? ഇതൊരു ഇൻഡയറക്റ്റ് ഫിനാൻസിങ് ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പൊതുജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിന് വേണ്ടി ഈ പൊതുജനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? റീഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫിനാൻസിങ്ങും റീഫിനാൻസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, RRBക്ക്, അങ്ങനെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് ബാങ്കിനാണെങ്കിലും ഇതിനെല്ലാം റീഫിനാൻസ് ഫെസിലിറ്റി കൊടുക്കുന്ന ആരാണ്? നബാർഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാക്സ് കൊടുക്കുന്ന വായ്പകളെല്ലാം റീഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കേ. മിനിമം ഇൻവോൾവ്മെന്റ് ടു ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഫിക്സഡ് ബൈ നബാർഡ്. മിനിമം ഇൻവോൾവ്മെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ നബാർഡാണ്. അപ്പോൾ എന്താണ് മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അന്നത്തെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ്, അല്ലെങ്കിൽ പാക്സ് ആണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ലോൺ ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽസിന് പാക്സ് കൊടുക്കുന്ന ലോണ് എന്താണ്? അതിൻ്റെ നിശ്ചിത ശതമാനം നമ്മുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇവരുടെ എന്താണ് ഫെഡറേഷൻ ആയിട്ടുള്ള പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷൻ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അവർ സ്വയം സമാഹരിച്ച ഫണ്ടിൽ നിന്ന്, എന്ന് പറയുമ്പോൾ ഇന്റേണൽ ലെൻഡബിൾ റിസോഴ്സിൽ നിന്ന് കൊടുക്കണമെന്ന് ഒരു കണ്ടീഷൻ ആര് മുന്നോട്ട് വെച്ചു? നബാർഡ് മുന്നോട്ട് വെച്ചു. ഇതിനെയാണ് മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന വായ്പയുടെ നിശ്ചിത ശതമാനം, ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആര് കൊടുക്കണം? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അത് എവിടുന്ന് കൊടുക്കണം? തങ്ങൾ സ്വയം സമാഹരിച്ച ഫണ്ടിൽ നിന്ന്, അവരുടെ ഇന്റേണൽ ലെൻഡബിൾ റിസോഴ്സിൽ നിന്ന്. എന്താണ് മാക്സിമം പറയുന്നത്? 40%. മാക്സിമം 40% ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കൊടുക്കണമെന്ന് നബാർഡ് ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ഇതിനെയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിമം ഇൻവോൾവ്മെന്റ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40%. ആ 40%-നകത്ത് താഴോട്ട് എത്രയാണ് ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് പാക്സിന് കൊടുക്കേണ്ട ഈ പറഞ്ഞ മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് ഫിക്സ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മുടെ മിനിമം ഇൻവോൾവ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ നബാർഡാണ്. ഈ മിനിമം ഇൻവോൾവ്മെന്റ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് GP ഭാവെ കമ്മിറ്റി. ആരാണ്? GP ഭാവയാണ് മിനിമം ഇൻവോൾവ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് പ്രകാരം നബാർഡ് ഈ കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. 40%-ൽ കുറയാത്ത, ഏതിൻ്റെ 40%? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ തങ്ങൾ സ്വയം സമാഹരിച്ച ഫണ്ടിൽ നിന്ന് 40%-ൽ കുറയാത്ത ഒരു തുക ആർക്ക് കൊടുക്കണം? പാക്സിന് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? അവർക്ക് വായ്പ കൊടുക്കുന്നതിന് വേണ്ടി, ഇൻഡിവിജ്വൽസിന് വായ്പ കൊടുക്കുന്നതിന് വേണ്ടി. ഇതിനാണ് നമ്മൾ മിനിമം ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? നബാർഡായിരിക്കും. എന്ന് പറയുമ്പോൾ 40% മാക്സിമം. അത് 38 ആവാം, ഓക്കെ, 38% ആവാം, 36% ആവാം. പക്ഷേ 40%-ൽ കവിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു വർഷം, ഒരു മുൻ വർഷങ്ങളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടിയ തുകയായിരിക്കും പിൽക്കാലത്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? നബാർഡ് എന്തായിട്ട് ഫിക്സ് ചെയ്യുന്നത്? ഈ പറഞ്ഞ മിനിമം ഇൻവോൾവ്മെന്റ് ആയിട്ട് ഫിക്സ്. അപ്പോൾ 38% കൊടുത്തെന്ന് വിചാരിക്കുക ഒരു വർഷം. പിന്നെ അങ്ങോട്ട് വരുന്ന തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ 38% ആയിരിക്കണം. ഇതിനൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ആര് പറയണം? നബാർഡ് പറയണം. അപ്പോൾ 36% ആക്കണമെങ്കിൽ ആര് പറയണം? നബാർഡ് പറയണം. അപ്പോൾ മുൻ വർഷങ്ങളിൽ കൊടുത്ത ഏറ്റവും കൂടിയ തുകയായിരിക്കും പിൽക്കാലത്ത്
ഈ മിനിമം ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നബാർഡ് ഫിക്സ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നബാർഡിൻ്റെ ഒരു ഹാഫ് ഇയർ പബ്ലിക്കേഷൻ ആണ്, അതായത് ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു വർഷത്തിൻ്റെ പകുതി ആകുമ്പോൾ അത് പബ്ലിഷ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 6 മാസത്തിലൊരിക്കൽ പബ്ലിഷ് ചെയ്യുന്ന നബാർഡിൻ്റെ ഒരു ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് ഗ്രാമിയ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഗ്രാമിയ ഈസ് ദ ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. നബാർഡിൻ്റെ എന്താണ് 6 മാസം കൂടുമ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് ഗ്രാമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തായിട്ട് പറയുന്നത് നോക്കാം. നോൺ ഓവർ ഡ്യൂ കവർ ഈസ് ദ കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ നബാർഡ് ടു DCB. അപ്പോൾ നമ്മൾ മിനിമം ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞു. DCBയും നബാർഡും തമ്മിലുള്ള ഒരു കണ്ടീഷനാണെന്ന് പറയുന്നത് മിനിമം ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു ടേമാണ് നോൺ ഓവർ ഡ്യൂ കവർ. ഈ നോൺ ഓവർ ഡ്യൂ കവറും നബാർഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് നബാർഡ് ഇമ്പോസ്ഡ് എ കണ്ടീഷൻ ടു DCB. ആർക്ക് മേലെ? DCBക്ക് മുകളിൽ നബാർഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ് നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത്. നോൺ ഓവർ ഡ്യൂ കവർ അപ്പം അത് ആർക്ക് മേലെ ചെലുത്തുന്ന ഒരു കൺട്രോൾ ഒരു വ്യവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നബാർഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മേലെ ഇമ്പോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് ഈ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഓവർ ഡ്യൂ കവർ മിനിമം ഇൻവോൾവ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ DCB സ്വയം സമാഹരിച്ച ഫണ്ടിൽ നിന്ന് നിശ്ചിത ശതമാനം നമ്മുടെ പാക്സ് കൊടുക്കുന്ന ആകെ വായ്പയുടെ നിശ്ചിത ശതമാനം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അവരുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഫണ്ടുകൾ തിരികെ അടയ്ക്കുന്നതിൽ പാക്സ് വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ 40% കവിയാത്ത ഒരു ഫണ്ട് ആര് കൊടുക്കുന്നുണ്ട്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ പാക്സിന് കൊടുക്കുന്നുണ്ട്. ഈ പാക്സുകൾ ഇത് തിരിച്ച് DCBയിൽ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നില്ല എങ്കിൽ ആ തുക എത്രയാണോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് പാക്സിന് ഈ മിനിമം ഇൻവോൾവ്മെൻ്റ് ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ തിരികെ തരാം എന്ന് ആര് പറയുന്നു? നബാർഡ് ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനെയാണ് നോൺ ഓവർ ഡ്യൂ കവർ. നോൺ ഓവർ ഡ്യൂ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഈ മിനിമം ഇൻവോൾവ്മെൻ്റ് ആയിട്ട് കൊടുത്ത തുക ഞങ്ങൾ തിരിച്ചു തരാം എന്ന് നബാർഡ് പറയുവാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ സംബന്ധിച്ച് ഇത് അവർക്കൊരു പ്രോത്സാഹനമാണ്. ഈ കുടിശ്ശികയില്ലാതെ പാക്സുകളിൽ നിന്ന് ഈ തുക പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നബാർഡിൻ്റെ കയ്യിൽ നിന്ന് ആ തുകയും കിട്ടും എന്നുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. നിങ്ങൾ പാക്സ് തിരിച്ച് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള തുകയിൽ പാക്സുകൾ വീഴ്ച വരുത്തിയില്ല എങ്കിൽ മിനിമം ഇൻവോൾവ്മെൻ്റ് ആയിട്ട് DCB എത്രയാണോ പാക്സിന് കൊടുക്കുന്നത് അത് നബാർഡ് തിരികെ തരാം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് നബാർഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് മേൽ ചെലുത്തുന്ന ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് നോൺ ഓവർ ഡ്യൂ കവർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കേ. ദ ടേം ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ DAP എന്ന് നമ്മൾ പറയും. ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാന് നബാർഡും അതേപോലെ നമ്മുടെ KCRDB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുമായിട്ടുള്ള KCRDB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത്. ഇത് നബാർഡ് ആവിഷ്കരിച്ചത് 1994 1994 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാനും ആരുടെ തന്നെയാണ്? നബാർഡിൻ്റെ തന്നെയാണ്. അത് ഏത് ബാങ്കിന് മുകളിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KCRDBയും നബാർഡും തമ്മിലുള്ള ഒരു വ്യവസ്ഥയാണെന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഇൻവോൾവ്മെൻറ്റും അതേപോലെ നോൺ ഓവർ ഡ്യൂ കവറും DCBയും നബാർഡും. ഓക്കെ, ഈ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാന് നബാർഡും KCRDBയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എന്നാണ് കൊണ്ടുവന്നത്? 1994 ഈ DAP അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാന് നബാർഡ് ആവിഷ്കരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താ പറയുന്നത്? ICDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. നമ്മൾ NCDC പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? NCDC ആണ്. ഇംപ്ലിമെൻറ്റഡ് ബൈ NCDC വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് നബാർഡ്. ആരുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട്? നബാർഡിൻ്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട് NCDC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ന് പറയുന്നത് ICDP എന്ന് പറയുന്നത്. നമുക്കറിയാലോ 2020-21 ആയപ്പോഴേക്കും നബാർഡിൻ്റെ അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമാണ് അവിടെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നത്. അത് നിർത്തലാക്കി. ഇപ്പോൾ ICDP സ്വന്തം പൈസ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ICDP അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് NCDC നടപ്പിലാക്കുന്നത്. ഇപ്പം നിലവിൽ ഈ ICDP ഫിനാൻസ് ചെയ്യുന്നതും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും NCDC മാത്രമാണ്. നേരത്തെ ആരായിരുന്നു? നേരത്തെ 2020 മുമ്പ് വരെ സെൻട്രൽ ഗവൺമെൻറ് നബാർഡും കൂടെ ഫിനാൻസ് ചെയ്യുന്നു, അത് NCDC നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബാർഡിന് എന്ത് കൊടുത്തിരുന്നു? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് സെൻട്രൽ
സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നബാർഡ് എന്ത് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പദ്ധതികൾ അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ആരാണ്? നബാർഡാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നബാർഡ് എന്ന് പറയുന്ന ആരായിട്ട് ആക്ട് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ്. ഓക്കെ, എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് അപ്പോയിൻറ്റഡ് ബൈ നബാർഡ്. നബാർഡ് അപ്പോയിൻറ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിനെ അറിയപ്പെടും എന്തെന്ന്? വ്യാസ് കമ്മിറ്റി. ഇറ്റ് ഈസ് കോൾഡ് വ്യാസ് കമ്മിറ്റി എന്ന് വിളിക്കുന്നു ഇതിനെ. നബാർഡ് എപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 2000-ലാണ്, 2000-ലാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ആരാണ്? വ്യാസ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തവരാണ് നബാർഡാണ്. ഇത് എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 2000-ലാണ്. എന്തിനു വേണ്ടിയാണ്? റൂറൽ ക്രെഡിറ്റ് ഇപ്പോൾ എങ്ങനെ പോകുന്നു, അതിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നബാർഡ് വന്നതിന് ശേഷം അതിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷനായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി നബാർഡ് 2000-ൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്ത എന്താ പറയുന്നത്? RBI മേക്സ് അവൈലബിൾ ഇൻഡയറക്റ്റ് ഫിനാൻസ് SCB സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ത്രൂ നബാർഡ്. നമുക്കറിയാം RBI ആയിരുന്നു നബാർഡ് വരുന്നതിന് മുമ്പ് നബാർഡിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തു പോയിരുന്നത്. അപ്പോൾ RBI നബാർഡ് വന്നതിന് ശേഷം RBIയുടെ കയ്യിൽ നിന്ന് ഈ ഫംഗ്ഷൻസ് ഒക്കെ ആര് ടേക്ക് ഓവർ ചെയ്തു? നബാർഡ് ഏറ്റെടുത്തു. RBI ചെയ്തിരുന്ന കാർഷിക ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾ, വായ്പാ പ്രവർത്തനങ്ങളെല്ലാം നബാർഡ് വന്നതോടുകൂടി RBIയുടെ കയ്യിൽ നിന്ന് ആര് ഏറ്റെടുത്തു? ഈ നബാർഡ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നബാർഡ് ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ഫിനാൻസ് എന്താണ്? റീഫിനാൻസിങ്. മനസ്സിലായോ? ഇത് ആർക്കൊക്കെ കൊടുക്കും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക്, നമ്മുടെ KCRDBക്കൊക്കെ കൊടുക്കാറുണ്ട്. ആരാ ഇപ്പോൾ കൊടുക്കുന്ന? ആരാ? നബാർഡാണ്. എന്ന് പറയുമ്പോൾ RBIക്ക് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ ആ ബാങ്കിനുമൊക്കെ ഇൻഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്ന, റീഫിനാൻസ് കൊടുക്കുന്ന നിലവിൽ ആരാണെന്ന? നബാർഡാണ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? നേരത്തെ ഇത് ചെയ്തു പോയിരുന്നത് ആരായിരുന്നു? RBI ആയിരുന്നു. അപ്പോൾ RBIയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നു. RBIയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കും. RBIക്ക് ഈ ഇത്ര ഒരുപാട് ഫംഗ്ഷൻസ് RBIക്ക് ഉണ്ട്. ഇനി ഇതും കൂടെ ഏറ്റെടുത്ത് നടത്താൻ വയ്യാത്തതുകൊണ്ടാണ് അതിനെ ഒരു സെപ്പറേറ്റ് ബോഡിക്ക് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ RBIക്ക് വേണ്ടി RBI നേരത്തെ എന്താണോ ചെയ്തിരുന്നത് അതാണ് ഇപ്പം നബാർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് RBIക്ക് വേണ്ടി ആര് ചെയ്യുന്നു? നബാർഡ് ചെയ്യുന്നു. RBI ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ RBIക്ക് അതൊരു ഭാരമായതുകൊണ്ട് അത് അവരിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാട്ടിലുമൊക്കെ അത് എക്സസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് RBIക്ക് കൊടുക്കുന്നുണ്ട്. RBIക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രത്യേക ബോഡിക്ക്, സ്പെഷ്യലൈസ്ഡ് ബോഡിക്ക് അത് ഏൽപ്പിച്ചു. അതിന് നബാർഡ് വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് RBI എന്താണോ ചെയ്യേണ്ടത് ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ RBIക്ക് വേണ്ടി ചെയ്യുന്നത് ആരാണ്? നബാർഡാണ്. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? റീഫിനാൻസ് ചെയ്യുന്നു. ആർക്ക്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കും ഒക്കെ ഇൻഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന ആരാണ്? നബാർഡാണ്. ആർക്ക് വേണ്ടി? RBIക്ക് വേണ്ടി. ഇത് ചെയ്യേണ്ടത് RBI ആയിരുന്നു, പക്ഷേ ഇത് RBIയുടെ കയ്യിൽ നിന്ന് ഇപ്പം ആരേറ്റെടുത്തു? നബാർഡ് ഏറ്റെടുത്തു. RBIക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അത് നബാർഡ് രൂപീകരിച്ച് അത് നബാർഡ് ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ് കറക്റ്റാണ്. RBI മേക്സ് അവൈലബിൾ ഇൻഡയറക്റ്റ് ഫിനാൻസ്. RBI എന്ത് കൊടുക്കുന്നു? ഇൻഡയറക്റ്റ് ഫിനാൻസ് അവൈലബിൾ ആക്കുന്നു. ആർക്കൊക്കെ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കും. ആര് വഴി? നബാർഡ് വഴി. അതായത് RBI ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോൾ ആര് ചെയ്യുന്നു? നബാർഡ് ചെയ്യുന്നു. അതായത് RBIക്ക് വേണ്ടി നബാർഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കാം എന്താണെന്ന്. നബാർഡ് വിൽ സെറ്റപ്പ് കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ റൂറൽ ബാങ്ക്സ്. എന്താണ് നബാർഡ് എന്ത് ചെയ്യുന്നു? നബാർഡ് ഞാൻ പറഞ്ഞു വായ്പാ പ്രവർത്തനങ്ങൾ മാത്രമല്ല, വായ്പ ഇതര പ്രവർത്തനങ്ങൾ, ഈ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഈ പറഞ്ഞ വായ്പാ സ്ഥാപനങ്ങളുടെ ഡെവലപ്മെൻറ്റും ആരുടെ മുമ്പിലുണ്ട്? നബാർഡിൻ്റെ മുമ്പിലുള്ള ഒരു സംഭവമാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നബാർഡ് എന്ത് ചെയ്യുന്നു? ഈ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ, റൂറൽ ബാങ്കുകളുടെ കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ ഒരുക്കി കൊടുക്കുന്ന ആരാണ്? നബാർഡാണ്. ഇതൊരു ക്രെഡിറ്റ് ഫംഗ്ഷൻ അല്ല, ഒരു നോൺ ക്രെഡിറ്റ് ഫംഗ്ഷനാണ്, വായ്പ ഇതര പ്രവർത്തനമാണ്. എന്ന് പറയുമ്പോൾ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും നബാർഡിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കുന്ന ആ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിന് വേണ്ടി ഇവർക്ക് കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ റൂറൽ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയൊക്കെ ഒരുക്കുന്ന ആരാണ്? നബാർഡാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഭി ഈസ് പ്രൊവൈഡഡ് ബൈ നബാർഡ്. ഞാൻ പറഞ്ഞു ഹാൻഡിക്രാഫ്റ്റ്, നമ്മുടെ സുരഭി എന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ കരകൗശല പണികൾ ചെയ്യുന്ന ആളുകളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത് കേരളത്തിൽ സുരഭി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സുരഭിക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന നബാർഡാണ്. കാരണം ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂറൽ ക്രാഫ്റ്റ് ആണ്, ഗ്രാമീണ മേഖലയിലുള്ള ഒരു വ്യവസായമാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിലുള്ള ഈ ഒരു കാര്യത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നബാർഡിൻ്റെ ലക്ഷ്യമാണ്, നബാർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നബാർഡ് എന്ത് ചെയ്യുന്നു? ഈ സുരഭിക്ക്, ഇതിൻ്റെ അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റിൻ്റെ അപ്പെക്സ് കേരളത്തിലെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ടുള്ള സുരഭിക്ക് എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചാൽ മതി. സുരഭിക്ക് ചെലവിന് കൊടുക്കുന്ന ആരാണ്? നബാർഡാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ സുരഭിക്ക് ചെലവിന് കൊടുക്കുന്ന ആരാണ്? നബാർഡാണ്. എന്ന് പറയുമ്പോൾ സുരഭിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു ആരാണ്? നബാർഡ്. അപ്പോൾ സുരഭിക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? 90% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓൺ PCRDB ആസ് ഫിനാൻസ്ഡ് ബൈ നബാർഡ്. ഈ നബാർഡാണ് ഈ PCRDB, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കേരളത്തിൽ ഈ ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലാണെന്ന് പറയുന്നത് PCRDB എന്ന് പറയുന്നത് പ്രൈമറി ലെവലാണ്. അപ്പോൾ ഇവരെ ഫിനാൻസ് ചെയ്യുന്ന, ഇവരുടെ 90% ഷെയർ എടുത്തുകൊണ്ട് ഇവരെ ഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അപ്പം ബാക്കിയുള്ള 10% ആരായിരിക്കും? അവരുടെ അപ്പെക്സ് ആയിട്ടുള്ള KCRDB ആണ്. അപ്പോൾ PCRDBയെ ഫിനാൻസ് ചെയ്യുന്നത് നബാർഡും അതേപോലെ അവരുടെ അപ്പെക്സ് ആയിട്ടുള്ള KCRDBയും ചേർന്നിട്ടാണ്. ഇതിനകത്ത് 90% ഓഹരി നിക്ഷേപം നടത്തുന്ന ആരാണ്? നമ്മുടെ നബാർഡാണ്. എന്ന് പറയുമ്പോൾ PCRDBക്ക് സ്വന്തമായിട്ട് ഫണ്ടില്ല. കാരണം നമ്മുടെ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കും. 2OC എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് നമ്മുടെ PCRDBയെ കുറിച്ച് പറയുന്നത്. OC ജീവിക്കുന്നതിനാണ്, അവൻ ഫണ്ടില്ല. കാരണം അവർക്ക് അവർക്ക് നിക്ഷേപം സ്വീകരിക്കാം, KCRDBക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിക്കാം. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, ഈ PCRDBക്ക് വായ്പയായിട്ട് നൽകാൻ പറ്റത്തില്ല. വായ്പ കൊടുത്താലല്ലേ അവർക്ക് വരുമാനം കിട്ടത്തുള്ളൂ, പലിശ വരുമാനം കിട്ടത്തുള്ളൂ. പിന്നെ എന്താ അവർ ചെയ്യുന്നത്? വായ്പയായിട്ട് കൊടുക്കാതെ ഇത് നേരെ KCRDBക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഡെപ്പോസിറ്റ് KCRDBക്ക് വേണ്ടി PCRDB കളക്ട് ചെയ്ത് അതെങ്ങോട്ടേക്ക് മാറ്റും? KCRDBയിലേക്ക് മാറ്റും. ഇത് റീലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്ന് പറഞ്ഞാൽ വായ്പയായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനമില്ല. അതുകൊണ്ട് അവർ OC ആണ് ജീവിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ഷെയർ ക്യാപിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? PCRDBയുടെ ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നബാർഡും അവരുടെ അപ്പെക്സ് ആയിട്ടുള്ള KCRDBയും ചേർന്നിട്ടാണ്. അത് PCRDBയുടെ അപ്പെക്സ് ആയിട്ടുള്ള KCRDBയും ചേർന്നിട്ടാണ്. ഇതിനകത്ത് 90% ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുന്നത്, PCRDBയുടെ 90% ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. 10% ആരെടുക്കും? KCRDB എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത് നോക്കെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ ഫിക്സഡ് ബൈ RBI എന്ന് പറയുമ്പോൾ കേരളത്തിൽ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അപ്പെക്സ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൻ്റെ അപ്പെക്സ് ആയിട്ടുള്ള KCRDB ചെയ്യുന്ന ഒരു പരിപാടി എന്താണ്? അത് അവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യും? ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യും, എന്ന് പറയാൻ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യും. അങ്ങനെ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്താണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അങ്ങനെ KCRDB ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ കടപ്പത്രങ്ങളുടെ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? RBI ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. KCRDB ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ കടപ്പത്രങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, പലിശ എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ KCRDB ആർ ഫിക്സഡ് ബൈ RBI എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്. ഇതിനെ നമ്മൾ വിളിക്കും GCF എന്ന് വിളിക്കും. ഇത് റിലേറ്റഡ് ടു നബാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നബാർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ GCF ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് റിലേറ്റ്സ് ടു നബാർഡ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗ്രാഫിക്കാർഡ്. നബാർഡ് ഫോം ചെയ്തതിന് പിന്നിൽ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ഗ്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഗ്രാഫിക്കാർഡ് കമ്മിറ്റി ഹെഡഡ് ബൈ ആ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്താരാണ്? B. ശിവരാമനാണ്. അതുകൊണ്ട് ആ കമ്മിറ്റിയെ ഓൾസോ നോൺ ആസ് B. ശിവരാമൻ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കാർഡാണ്. Graphicard means committee to review arrangements for institutional credit for agriculture and rural development, and this committee is chaired by B. Shivaraman, and this committee is also known as B. Shivaraman committee. ഈ കമ്മിറ്റി എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? B. ശിവരാമൻ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? B. ശിവരാമൻ ആണ്. ഈ കമ്മിറ്റിയാണ് നബാർഡിന്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ ശുപാർശ സമർപ്പിച്ചത്. ഓക്കെ ആണല്ലോ. താങ്ക് യു.